ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരണം ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിലെ ഓൾറെഡി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ഉപ്പും ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന മുമ്പ് ഞാൻ ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ. അതാണ് ഞാൻ പിന്നെ അപ്പം നമുക്ക് ഇപ്പോൾ ആദ്യം ചെയ്യുന്ന ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കുറച്ച് വീതം ചേർത്ത് ഇതിനെ ഒന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പുരട്ടി വയ്ക്കണം. പിന്നെ ഇതിൽ ചേർക്കുന്ന അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, നല്ല വലിപ്പമുള്ളൊരു തക്കാളി, ഇതിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഇത് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് വച്ചേക്കണം. കാരണം ഇത് നമ്മൾ പൊടി ഇടുന്നതിനേക്കാളും ഇത് അരച്ച് ഒഴിച്ചാലാണ് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടുന്നത്. പിന്നെ ഇത് ഒരു തക്കാളി എടുത്ത് ഞാനത് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും ഇടണം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ചിക്കനെ ഒന്ന് കൈകൊണ്ട് തന്നെ, അല്ലാതെ സ്പൂണും തവിയിട്ട് ചെയ്യണ്ട, നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഇതിനെ ഒന്ന് വിരവി വയ്ക്കണം. കാരണം ഇതിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിലൊന്ന് പിടിക്കണം. ഇത് വിരവി വെച്ച് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിന് ഒരു ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കുക. ഫ്രൈ ചെയ്യാതെ നമുക്കിത് ചെയ്യാം. നമുക്ക് ഫ്രൈ ചെയ്ത് വച്ചിട്ട് ഇത് വയ്ക്കുമ്പം ഈ കഷ്ണങ്ങളിലൊക്കെ നല്ലവണ്ണം മസാല പിടിക്കും, നല്ലൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചീനച്ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, സവാള പച്ചവളം നല്ലോണം വഴറ്റുക, ഒന്ന് അര ഭാഗമാകുമ്പം നമുക്ക് തക്കാളി ഇടുക, വരട്ടി എല്ലാം വഴച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കൂടി ഇടുക, മറ്റ് മസാലകൾ ചേർക്കാം. അപ്പം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. നമുക്ക് ആദ്യം നമുക്ക് സവാള ഒന്ന് വരട്ടിയെടുക്കാം. അപ്പം ചീനച്ചട്ടി ചൂടായി, എണ്ണയും ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. ഇനി കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് കൂടുതലായി, 10-15 മിനിറ്റായി. അതിന് നമുക്ക് ഇതിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. കുറച്ച് ഇതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. നല്ലവണ്ണം ഫ്രൈ ആവണ്ട, ഒരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. കാരണം പിന്നെ നമുക്കിത് സവാളയിലൊക്കെ ഇട്ട് വഴറ്റാണല്ലോ, അപ്പം വേഗം കാരണം ഫ്രൈ ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് നല്ല വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, മറ്റേ ഓയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇത്രയും മതി. ഇതിന് നമുക്ക് കോരി മാറ്റിയിട്ട് അടുത്ത് വെക്കാം. ഇതിൻ്റെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് രണ്ടാമത്തതും ഇതായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടേ ഉള്ളൂ, ചെറുതായിട്ട് ഇതും കോരി വയ്ക്കുക.
ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് അടുത്ത് സവാള ഇടാം. അത് ഇടുമ്പം തന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വറണ്ട് കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ കുറച്ച് എണ്ണയും കൂടി നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. ശക്കല ഒന്ന് വരണ്ട് വരുമ്പം അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കാം. അപ്പം ഉള്ളി കുറച്ച് വരണ്ട്, ഇനി നമുക്കതിൽ തക്കാളി ഇടാം. തക്കാളി പച്ചമുളക് ഇടാം. അപ്പോൾ ഇതിന് നല്ലവണ്ണം വരണ്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പം ഇത് ഏകദേശം നല്ല വരണ്ട്. ഇനി നമുക്കടുത്ത് ചെയ്യേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഈ തക്കാളി പേസ്റ്റില്ലേ അതും കൂടി ഇതിൽ കൂടി ഒഴിക്കും. ഇതിൻ്റെ പച്ചച്ചവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നോക്കുക. അതിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. നോൺ സ്റ്റിക്കിലൊക്കെ വയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ ഇരുമ്പിച്ചട്ടിയിൽ ഇങ്ങനത്തെ കട്ടിയുള്ള ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം കണ്ടില്ലേ ഇതിൻ്റെ തൻ്റെ പച്ചച്ചെടിയൊക്കെ അങ്ങ് മാറി വരുന്നു. ഇനി നമ്മളിതിൽ അരച്ച് ചെയ്യേണ്ടത് നമ്മൾ പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് അതിലിടണം. അത് ഉള്ളി ഇടുമ്പോഴേ ഉള്ളിയും തക്കാളിയൊക്കെ ഇടുമ്പോൾ ഇടണമായിരുന്നു, പെട്ടെന്ന് അത് മറന്നുപോയി. അപ്പം അതൊരു ഇട്ടു, ഗാർലിക് ഇട്ടു, അതും കൂടി ഇതിൽ കൂടി അങ്ങ് ആയിക്കോളും. കണ്ടില്ലേ ഇപ്പം അതിൻ്റെ നല്ല തക്കാളിയൊക്കെ ഒന്ന് വരണ്ട് നല്ല വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അരപ്പ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിൽ കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഗരം മസാല ഇടണം. അടുത്തിന് നമ്മൾ അരച്ച് വെച്ച മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി നമ്മൾ അരച്ച് വെച്ചില്ലേ ആ കൂട്ട് ഇതിൽ ചേർക്കാം. നോക്കിയിട്ട് ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്ത് നോക്കാം, എരിവൊക്കെ കണക്കാവുമെന്ന് നോക്കിയിട്ട് ബാക്കി ചേർക്കാം. എരി കൂടിപ്പോയാൽ പറ്റില്ലല്ലോ, അപ്പം നമുക്ക് അത് ചേർക്കാം. ഇപ്പം കണ്ടില്ലേ നല്ല കറി വന്നത് കണ്ടില്ലേ, ചിക്കൻ്റെ അതേ മണത്തിൽ ഇതാ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചിക്കൻ ഇതിലിടുക. നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കനെ ഇതിലോട്ട്
ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. എളുപ്പമല്ലേ, നല്ല ടേസ്റ്റുമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഇങ്ങനെ പുരട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിനെ ഒന്ന് നല്ലവണ്ണം പുരട്ടുക. കുറച്ചും കൂടി ഒന്ന് നമ്മൾ കുറച്ച് ചെറിയ ഫ്രൈ ചെയ്തല്ലേ എടുത്തോളൂ. കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട്, കുറച്ചും കൂടി ഒന്ന് വേകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക. കറി കൂടുതലുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് റെഡിയായിട്ട് നമുക്ക് ഉപ്പ് ഇടും. അപ്പോൾ എങ്ങനെയുണ്ട്, നന്നായിരിക്കുന്നില്ലേ? കുറച്ച് ചൂടുവെള്ളമാണ്, എനിക്കിപ്പോൾ കറി വേണം. കുറച്ച് വെള്ളം അപ്പം എല്ലാ മസാലയിലിട്ട് എല്ലാ ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് കിടന്ന് തിളക്കുക. അപ്പം നമുക്കൊന്ന് അടച്ചിട്ട് തീ മീഡിയത്തിലിട്ടേക്കും. പിന്നെ കുരുമുളക് പൊടി തൂറ്റാൻ മതി. കുരുമുളക് പൊടി അത്യാവശ്യമാണ്, അത് ആദ്യമേ ഇടണം. ഇനി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കുരുമുളക് പൊടി ഇടുക. ഏകദേശം എല്ലാം റെഡിയായിട്ടുണ്ട്. ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ ഇടേണ്ട കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് റെഡിയാക്കാം. കേട്ടോ, എല്ലാം കാര്യം പാകത്തിനുണ്ട്. എരിയും ഉപ്പും എല്ലാം ഉണ്ട്, മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ, ചിക്കക്കറി നിങ്ങളിത് വെച്ച് നോക്കുക. സിമ്പിളല്ലേ, വലിയ ജോലിയൊന്നുമില്ല. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഞാനിതൊരു സെർവിങ് പാത്രത്തിലേക്ക് വയ്ക്കട്ടെ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ ചിക്കൻ കറി? അപ്പം ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായല്ലോ എൻ്റെ ചിക്കൻ കറി.